ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓത്തുപള്ളി ബഷീർ. നമ്മളിന്ന് എത്തിയിട്ടുള്ളത് കാളികാവ് പഞ്ചായത്തിലെ 5-ാം വാർഡിലെ സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. കാണാം വിശേഷങ്ങൾ. പ്രിയപ്പെട്ടവരെ, കാളികാവ് പഞ്ചായത്തിലെ 5-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് എൻ്റെ ഒപ്പമുള്ളത്. അലിക്ക, സ്വാഗതം. വീണ്ടും നിങ്ങളൊരു തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറക്കുകയാണ്. മുമ്പ് എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലേ? തീർച്ചയായിട്ടും. പഠനകാലത്ത് തന്നെ, കലാലയ ടൈമിൽ തന്നെ ഞാൻ KSUവിൻ്റെ ഒരു പ്രവർത്തകരായിരുന്നു. KSUവിൻ്റെ സജീവമായ പ്രവർത്തനമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തിച്ചു. കോൺഗ്രസിന്റെ ചെറുപ്രായത്തിൽ തന്നെ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഞാൻ പഠനകാലത്ത് ഉള്ള ആ ബന്ധം. ഞാൻ പുല്ലങ്കോട് പഠിക്കുന്ന സമയത്ത് തന്നെ, സ്കൂൾ പഠനകാലത്ത് തന്നെ ഞാൻ KSUവിൻ്റെ സജീവ പ്രവർത്തനമായിരുന്നു. അങ്ങനെ പിന്നെ പാർട്ടി മാറാനുള്ള കാരണം ഉണ്ടായത്, കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സമയത്ത് 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് പൊളിച്ചു. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പ്രസ്ഥാനം ഭരിക്കുന്ന ഒരു സമയത്ത് അത്തരം ഒരു സംഭവം സംഭവിച്ചത് വളരെ ദുഃഖം ഉണ്ടാവുകയും അന്ന് മുതൽ ഞാൻ പാർട്ടി പ്രവർത്തനം നിർത്തുകയായിരുന്നു. അതിനുശേഷം 95 നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ വരുന്ന സമയത്ത് ഇവിടുത്തെ നാട്ടുകാരായ ആളുകളെല്ലാം എന്നോട് പറഞ്ഞു, ആവശ്യപ്പെട്ടു. ഈ കോൺഗ്രസ് പാർട്ടി നിർത്തിയോടെ തന്നെ ഈ പാർട്ടിയിൽ ചേർന്നിട്ടില്ല? ഇല്ല, ഞാൻ എല്ലാവരും പാർട്ടിയിലും ചേർന്നിട്ടില്ല. ഞാൻ നിഷ്പക്ഷമായിട്ട് ഇവിടെ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് 92. അതിനുശേഷം ഞാൻ നിഷ്പക്ഷമായി നിന്നപ്പോൾ നമ്മുടെ നാട്ടുകാരായ ചില ആളുകളെല്ലാം എന്നോട് പറഞ്ഞു, പിന്നെ നീ ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ട് ഇത്തരം ഒരു സന്ദർഭം വരുമ്പോൾ നീ അത് കാണിച്ചു കൊടുക്കണം. കാരണം ഞാൻ അന്ന് ആവശ്യപ്പെട്ടതാണ്, നമ്മുടെ കാളികാവിൽ നിന്നൊരു പ്രതിഷേധം എന്ന നിലക്ക് ഒരു പ്രമേയമെങ്കിലും പാസ്സാക്കി KPCCക്ക് AICCക്ക് അങ്ങനെയൊക്കെ കൊടുക്കണം. അത് പക്ഷേ ആകാറില്ല, കാരണം ഞാനൊരു ചെറിയ കൊച്ചായിരുന്നു, പഠിക്കണ കാലമായിരുന്നു. പക്ഷേ ഈ KT വിഷൻ, കൊൽക്കാരൻ ചെറിയാക്ക പോലത്തെ വലിയ വലിയ ആളുകൾ കൂടെ ആയിരുന്നു. ഞാൻ അന്ന് കാളിയാവ് അങ്ങടിയിലായിരുന്നു ചെറിയാക്കാൻ്റെ വീട്. അവിടെയൊക്കെയാണ് ഞങ്ങൾ മണ്ഡലം കമ്മിറ്റിയൊക്കെ കൂടിയിരുന്നു. അത്രയും രാഷ്ട്രീയ എക്സ്പീരിയൻസുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ നിർഭാഗ്യവശാൽ 95 എനിക്ക് നേരിടേണ്ടി വന്നത് അന്നത്തെ മലപ്പുറം ജില്ലാ യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറി ഖാലിദ് മാഷ്, അറക്കാവുണ്ട് സ്കൂളിലെ ഹെഡ് മാഷ്, നിങ്ങളെല്ലാവരും അറിയാവുന്ന, ഇന്ന് നിലവിൽ അദ്ദേഹം വണ്ടൂർ നിയോജകമണ്ഡലം പ്രസിഡന്റാണെന്ന് തോന്നുന്നു അല്ലേ? അദ്ദേഹമായിരുന്നു എൻ്റെ എതിർകളി. വളരെ വ്യക്തമായ ഒരു അമ്പലക്കടവിലായിരുന്നു എൻ്റെ രാഷ്ട്രീയ തട്ടം. വ്യക്തമായ ഒരു ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലമായിരുന്നു മുസ്ലിം ലീഗിന് അവിടെ. പക്ഷെ നാട്ടുകാർക്ക് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സാധാരണ ജനങ്ങൾ രാഷ്ട്രീയമല്ല നോക്കുന്നു. ആ പ്രദേശത്തിൽ ആരെല്ലാം കൊണ്ടാണ് ഉപകാരപ്പെടുന്നത് നാട്ടുകാർക്കാണ്. അതിന് തെളിവാണ് 95 ഇലക്ഷൻ അവിടെ സംഭവിച്ചത്. ഞാൻ വളരെ തുച്ഛമായ വോട്ടിനാണ് അന്ന് പരാജയപ്പെട്ടത്. ഞാൻ 10 താഴെ 10 കൂടുതൽ ചെറിയ ഒരു വോട്ടിന് പരാജയപ്പെട്ടു. അത് പരാജയപ്പെടാൻ വ്യക്തമായ കാരണങ്ങളുണ്ടായി. കാരണം അന്ന് ഞാനൊരു ചെറിയ ആളായിരുന്നു, എനിക്കൊരു വാഹനമില്ലായിരുന്നു. 23 വയസ്സാണ് തോന്നുന്നു. ഒരു സൈക്കിളായിരുന്നു അന്ന് എൻ്റെ വാഹനം. മറ്റവരൊക്കെ ജീപ്പ്, കാറുകൾ, സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരാളെ അവരോടൊക്കെ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും സംഭവം. അതിൻ്റെ ശേഷം 3-ാം ദിവസം ഞാൻ വിദേശത്ത് പോയി 23 വർഷം ജോലി ചെയ്ത് 8 വർഷം മുമ്പാണ് ഞാൻ തിരിച്ചെത്തി. 8 വർഷം തിരിച്ചെത്തി. ഇത് ഞാൻ ഇപ്പോഴും ഇങ്ങനെ പൊതുസേവനങ്ങളായിട്ട് നടക്കുന്ന അവസരത്തിൽ എന്നോട് പല ആളുകളും പറഞ്ഞു, കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ പറഞ്ഞു നിങ്ങൾ മത്സരിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ ഇനി മത്സര രംഗത്തൊന്നുമില്ല, ഞാൻ നാട്ടുകാർക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ റെഡിയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ അത് ഞാൻ അത് ഒഴിവാക്കിയതിനും വീണ്ടും ഈ പ്രാവശ്യം വന്നപ്പോൾ പല ആളുകളും എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു ഞാൻ മത്സരിക്കാനല്ല. അങ്ങനെ പറഞ്ഞ് കൂടുതൽ ആളുകൾ എന്നോട് അത് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഒരു ഡിമാൻഡ് പറഞ്ഞു, ഞാൻ ഈ ഒരു പാർട്ടിയുടെയും ലാബിൽ മത്സരിക്കാനില്ല. പാർട്ടി ചിഹ്നത്തിലല്ല മത്സരിക്കാൻ. ഞാൻ അല്ല, പാർട്ടി ചിഹ്നത്തില. ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട്. കാരണം മറ്റുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പും അതുപോലെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെയല്ല ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ജനങ്ങൾ കാണുന്നത്. ഇതിൽ കോൺഗ്രസ്സുകാരനെന്നോ ലീഗുകാരനെന്നോ മാർക്സിസ്റ്റുകാരനെന്നോ വ്യത്യാസമില്ല. ഇത് ഒരു നാട്ടുകാർക്ക് സേവനം കിട്ടുന്ന ആരാണോ അവരെയാണ് ജനങ്ങൾ തെരഞ്ഞെടുക്കുക. അവിടെല്ലാം ഞാൻ ഇപ്പോൾ വാർഡുകൾ സന്ദർശിച്ചപ്പോൾ ഒരുപാട് പരാതികൾ, തെരുവുകൾക്കുള്ള പരാതികൾ, തെരുവ് നായ്ക്കളുടെ പരാതികൾ. കാരണം മദ്രസയിലൊന്നും കുട്ടികൾ പോകാൻ കഴിയുന്നില്ല. രാവിലെ എണീറ്റ് മദ്രസ പോകുമ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ തെരുവുനായ്ക്കൾ കാര്യത്തിൽ പഞ്ചായത്ത് കാര്യമായിട്ട് ഇടപെടും. അതുമാതിരി തെരുവിളക്ക് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ നോക്കിയാൽ കാണും. അതുമാതിരി തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണ് ഞാൻ.
ഈ നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വീട് നിൽക്കുന്ന ഒരു വാർഡും കൂടിയാണത്. അദ്ദേഹത്തിന്റെ മുന്നിൽ കൂടെ ഒരു റോഡുണ്ട്. ആ റോഡ് 2 വർഷം മുമ്പ് ഒരു ദിവസം രാവിലെ വന്ന് JCB വന്ന് മാന്തി നോക്കി, ഇത് എന്താ പരിപാടി, റോഡ് പണി ഉണ്ടോന്ന് ചോദിച്ചാൽ റോഡ് പണിയല്ല, പൈപ്പ് ഇടാനാന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങോട്ട് പൈപ്പ് ലൈനിന്റെ പാസ്സായിട്ടില്ലല്ലോ. അപ്പൊ മെമ്പറോട് വിളിച്ച് ഇദ്ദേഹം ഫോൺ വിളിച്ച് ചോദിക്കുക, പറയണെന്താ ആ റോഡല്ല, മറ്റൊരു റോഡാണ്, മറ്റൊരു നഗറിലേക്കുള്ള റോഡ്, താളിക്കുയി നഗറിൽ ഉള്ള റോഡും. എന്നാൽ അങ്ങനെ വീഴ്ച പറ്റിയാൽ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും മനുഷ്യർ വീഴ്ച പറ്റും. അത് പെട്ടെന്ന് അത് ഫില്ല് ചെയ്യാനുള്ള ഒരു മാർഗം തന്നെ. പട്ടിക്കാട വളവിൽ നിന്ന് ചേരിങ്ങൽ പ്രദേശത്തേക്ക് ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന ഏരിയയാണ്. അവർക്ക് 2 മിനിറ്റ് വേണ്ട, 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ അവരെ വീട്ടിലോട്ടും റോട്ടിലോട്ടും കടക്കാൻ പറ്റും. പക്ഷെ ആ ഒരു തോടുണ്ട് അവിടെ, ഒരു വഴി സൗകര്യമില്ല. 2 സൈഡിലും 15 അടി വഴി വന്ന് നിൽക്കുകയാണ്. അതിനൊരു പാലം കെട്ടാൻ സർക്കാരിനെ സമ്മർദ്ദം ചെലുത്താനോ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഞാൻ പറയുന്നു, എന്നെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളിലൊക്കെ ശക്തമായിട്ട് ഞാൻ ഇടപെടും. നിങ്ങളെ എതിരാളി അറിയാലോ, ആരിസ്കാണ്. സ്കൂൾ വിഷയത്തിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുമ്പിന്റെ എതിരാളിയെ എന്താണ് ഭയപ്പെടുന്നുണ്ടോ? എതിരാളിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, നല്ല ആളായാലും വിഷയം ഇടപെടുന്നില്ല. അതൊക്കെ സ്വാഭാവിക തെരഞ്ഞെടുപ്പിന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. പക്ഷെ പിന്നെ സ്കൂളിന്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം ഇടപെട്ടു എന്ന് പറഞ്ഞു. അവിടെ ആ സ്കൂള് വന്ന ചരിത്രം പറയുകയാണെങ്കിൽ അവിടെ EP ഉമർ സാഹിബ് എന്ന ഒരാളുണ്ടായിരുന്നു. CPM-ന്റെ ഒരു പ്രഗത്ഭനായ നേതാവാ, മരിച്ചുപോയി അദ്ദേഹം സുഖമില്ലാതെ കടന്നിട്ടും ആ സ്കൂളിന് വേണ്ടി ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ കൂടെ DYFIയിൽ പ്രവർത്തിച്ച അടുത്ത സുഹൃത്ത്, അദ്ദേഹം പോയി ഹെൽപ്പിന് വിളിച്ച 2 ആളുകളാണ്, ഒന്ന് കൊമ്പൻ നാണിയും ഒന്ന് ഈ പറയപ്പെട്ട ആളും. അദ്ദേഹം കാരണം സുഖമില്ലാതെ കടന്ന ആള് ട്രെയിനിൽ പോകുമ്പോൾ 2 ആളെ സഹായം വേണം. അങ്ങനെ തിരുവനന്തപുരം പോയി ശിവൻകുട്ടി സാറെ കണ്ട്, ശിവൻകുട്ടി സാറോട് പിന്നെ നമ്മളെ വണ്ടൂരിലുള്ള മോഹൻദാസ് എന്ന സഖാവ് ഉമർ സാഹിബിന്റെ ഫ്രണ്ടാ. ഉമർ സാഹിബ് അയാൾ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അയാൾ പറഞ്ഞു, സഖാവെ ഞാൻ തിരുവനന്തപുരത്തുണ്ട്, എൻ്റെ നാട്ടിലെ സ്കൂളിന്റെ കാര്യം പറയാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ ശിവൻകുട്ടി സാറെ വിളിച്ച് പറഞ്ഞു, നമ്മുടെ കാളികാവിലുള്ള EP വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഓഫീസിന്റെ വാതിൽ തുറന്ന് പുറത്തു വന്ന് ഉമർ സാഹിബിന്റെ മുന്നിൽ കൈ കൂപ്പി അകത്ത് കൊണ്ടുപോയി, നിങ്ങളെ ആവശ്യം എന്താ എത്രയും പെട്ടെന്ന് ഞാൻ നിറവേറ്റി തരാം എന്ന് പറഞ്ഞു. തന്നെയല്ല അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാൽ, ഇതുവരെയായിട്ട് നിങ്ങളെ നാട്ടിലെ സ്കൂളിന്റെ ഇതുവരെ വന്നില്ല തന്നെ ഞാൻ അതിൽ ഇടപെടാം. ഒരു സാധാരണഗതിയിൽ ഒരു അപേക്ഷ ചെന്ന് കഴിഞ്ഞാൽ പിറ്റേ തന്നെ 1 കോടി രൂപ 2 കോടി പാസ്സാക്കാനും കഴിയൂല. അത് ബജറ്റിൽ വെച്ച് ഇപ്പൊ അതിന് കിഫ്ബി ഫണ്ടിലൂടെ ആയിരക്കണക്കിന് കോടി രൂപ കേരളത്തിലെ എല്ലാ സ്കൂളുകളും കൊടുത്തു. നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാം, അഞ്ചച്ചേരി സ്കൂൾ എത്ര കോടി രൂപ കിട്ടി, കാളികാവ് ബസാർ സ്കൂൾ എത്ര കോടി രൂപ. അവിടെ നിന്ന് ആരും കരഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി അതിന്റെ പേപ്പർ വർക്കും ഭംഗിയായിട്ട് നടത്താൻ ഇന്ന് കേരളത്തിൽ എല്ലാ മേഖലയും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ളൊരു വികസനമാണ് പള്ളിശ്ശേരി സ്കൂൾ തന്നു. എന്നാൽ പള്ളിശ്ശേരി സ്കൂളിന് ആ ഒരു വർക്ക് പോരാ, ഞാൻ പറയുന്നതാണ്. കാരണം പിന്നോക്കം നിൽക്കുന്ന ഏരിയയാണിത്. അവ എത്രയോ വൈകിപ്പോ സ്ഥാപനം വരാൻ. നിങ്ങൾ പള്ളിശ്ശേരി സ്കൂളിന് ഈ സംഭവം എന്തുകൊണ്ട് ഇത്രയും വൈകി, അത് നമ്മൾ ചിന്തിക്കണ്ടേ. എല്ലായിടത്തും ഉദ്ഘാടനത്തിന് കാത്തിരിക്കും, ഉദ്ഘാടനം കഴിഞ്ഞും നമ്മുടെ കുട്ടികളൊക്കെ ഹൈടെക് ആയിട്ട് പഠന രീതി മാറിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ വാർഡിൽ. കാരണം എന്താ വെച്ചാൽ സ്ഥിരമായിട്ട് ഒരു പാർട്ടി ആളുകൾ വിജയിച്ചു പോകണം. അവരവരെ ഇഷ്ടമാരി അവരെ സ്വന്തക്കാരിലേക്ക് വികസനം എത്തിക്കുന്ന ഒരു പരിപാടിയാണ് എനിക്ക് മനസ്സിലായത്. 2ാം പ്രാവശ്യമുള്ള ജീവിതത്തിൽ 2ാം മാസം. അപ്പോ വലിയ വിജയപ്രതീക്ഷയിലാണ് തീർച്ചയായിട്ടും. നിങ്ങൾ ഈ ഉൾക്കൊള്ളുന്ന നിങ്ങൾ ഈ നാട്ടിലെ നിങ്ങളെ വാർഡ് വരുന്ന ഭാഗത്ത് ഈ ഭാഗത്ത് ഏകദേശം എത്ര വോട്ട് വരുന്നുണ്ട്? നമ്മൾ ഈ ഭാഗത്ത് ഈ ഏകദേശം 500 വോട്ടോളം വരുന്നുണ്ട്. വാർഡിൽ മൊത്തം 1600 വോട്ട്. ഇപ്പൊ ഇനി പുതുതായിട്ട് കൂടി ചേരുമ്പോൾ 1650 വോട്ട് ഉണ്ടാവും. അപ്പൊ താങ്ക് യു. വെൽക്കം.